ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും പണ്ടത്തെ സ്കൂൾ ജീവിതം ഓർമ്മ വരും. പണ്ട് സ്കൂളിൽ നിന്ന് ഉണ്ടാക്കുന്ന നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവുണ്ടല്ലോ, ആ ഗോതമ്പ് ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അത് അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ആ നല്ലൊരു മണവും ഒക്കെയുള്ള നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കാൻ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നുറുക്ക് ഗോതമ്പ്. ഈ ഗോതമ്പ് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം. കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളമൊഴിച്ച് 2.5 കപ്പ് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാതെ നല്ല മണവും ഒക്കെ ഉണ്ടാവും. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും ചെയ്യും. അതിനു വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഇതിനെ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ 4 വിസിൽ വന്ന് ഓഫ് ചെയ്താൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 3/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്. കടുക് നന്നായി പൊട്ടി വരുമ്പം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം. 1 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്നും പരിപ്പൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഇതൊന്ന് മൂത്ത് വരണം. സവാള ഒന്ന് മൂത്ത് ഒരു കളർ മാറി വരുന്ന സമയം ഇത് തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കാം. 4 വിസിൽ വന്ന് ഓഫ് ചെയ്ത് തണുത്ത ശേഷം കുക്കർ തുറക്കാം. ഒന്ന് ഇളക്കി നോക്കാം. വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ഇതുപോലെ കിട്ടും. നന്നായിട്ട് വെന്ത് എല്ലാം പാകത്തിന് കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് 4 വിസിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ കറിവേപ്പിലേൻ്റെ പച്ച കളർ മാറാതെ കിട്ടും. ഇനി ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ക്യാരറ്റും ഉള്ളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച ഗോതമ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കുക. തേങ്ങയും ചേർത്ത് ഞാനിത് 2 പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ചേർത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ആ നെയ്യും കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നെയ്ക്ക് പകരം ഡാൽഡ ചേർക്കാം. സ്കൂളിൽ പണ്ടെല്ലാം ഡാൽഡയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഇപ്പം തന്നെ നല്ല മണം വരും. ആ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിൻ്റെ ആ മണം പണ്ട് സ്കൂളിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു മണം തന്നെയാണ് കിട്ടുക. നല്ല സ്മെല്ലാണ്. ഇത് കാണുമ്പം തന്നെ പണ്ടത്തെ സ്കൂളിൽ കിട്ടുന്ന ഉപ്പുമാവിൻ്റെ ഓർമ്മ വരും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സ്കൂളിൽ നിന്ന് ഇത് കഴിച്ചിട്ടുള്ളവർക്കെല്ലാം ഇത് ഓർമ്മയുണ്ടാവും. ഈ ഉപ്പുമാവ് കാണുമ്പം നല്ല രുചിയുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കുട്ടികൾക്കെല്ലാം ഇതിൽ കുറച്ച് നെയ്യും പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ പഴമൊക്കെ കൊടുത്ത് കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായി. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.